എന്താണ് ബയോലുമിനോസിസ്? എങ്ങനെയാണ് അവ സംഭവിക്കാറ്? അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ജീവജാലങ്ങൾ സ്വയം പ്രകാശം ഉണ്ടാക്കുകയും അവ പുറപ്പെടുവിപ്പിക്കുകയും ചെയ്യുന്നതിനാണ് ബയോലുമിനോസെൻസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പുറപ്പെടുവിപ്പിക്കുന്ന പ്രകാശത്തിന് ചൂടുണ്ടാകുകയില്ല. അതിനാൽ അത് കോൾഡ് ലൈറ്റ് എന്ന് അറിയപ്പെടുന്നു. ബയോലുമിനോസെൻസ് എന്ന രാസപ്രവർത്തനത്തിന് കാരണമായത് ലൂസിഫെറിൻ എന്ന ഒരു മോളിക്കൂളും ലൂസിഫറൈസ് എന്ന ഒരു എൻസൈമുമാണ്. ഇവ ഓക്സിജനുമായി ഓക്സിഡൈസ് ആകുന്നു. ഈ ഓക്സിഡേഷന്റെ ഫലമായി വരുന്ന എനർജി ലൈറ്റിന്റെ ഫോമിൽ പുറത്തു വരുന്നു. അങ്ങനെയാണ് നമ്മൾ കാണുന്ന ബയോലുമിനോസെൻസ് ഉണ്ടാകുന്നത്. ലൂസിഫറിന്റെയും ലൂസിഫറൈസിന്റെയും എൻവയോൺമെന്റൽ കണ്ടീഷന്റെ ഫലമായി ഈ ഉണ്ടാകുന്ന ലൈറ്റിന് വ്യത്യാസം വന്നേക്കാം. തിളക്കം കൂടിയും കുറഞ്ഞും വന്നേക്കാം. മാത്രവുമല്ല, ബയോലുമിനോസെൻസ് ലൈറ്റ് പച്ച, നീല എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു. കരയിലെയും കടലിലെയും പലതരത്തിലുള്ള ജീവികൾ ബയോലുമിനോസെൻസ് ഉണ്ടാക്കുവാൻ സാധിക്കും. കടലിലെ ചില മീനുകൾ, ജെല്ലി ഫിഷുകൾ, സ്ക്വിഡുകൾ, ഒരു പ്രത്യേക തരത്തിലുള്ള ആൽഗകൾക്കുമെല്ലാം ബയോലുമിനോസെൻസ് ഉണ്ടാക്കുവാൻ സാധിക്കും. എന്നാൽ കരയിൽ പ്രധാനമായും ബയോലുമിനോസെൻസ് ഉണ്ടാക്കുന്ന ജീവികൾ മിന്നാമിനുക്, ഫംഗസ്, ബാക്ടീരിയ എന്നുള്ളവയാണ്. ഈ ജീവികൾ ബയോലുമിനോസെൻസ് ഉണ്ടാക്കുന്നതിന് പല കാരണങ്ങളാണ് ഉള്ളത്. ഇണയെ ആകർഷിക്കുവാൻ, ഇരയെ ആകർഷിക്കുവാൻ, ശത്രുക്കളിൽ നിന്ന് ഒളിക്കുവാൻ, അങ്ങനെ പല പല ഉദ്ദേശങ്ങളാണ് ഇതിനുള്ളത്. ഇടക്കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിന്നതാണ് കുമ്പളങ്ങിയിലെ കവര്. എന്നാൽ കുമ്പളങ്ങിയിലെ കവരിന് കാരണം ഒരു പ്രത്യേക തരത്തിലുള്ള ആൽഗകളാണ്. ഡൈനോഫ്ലജല്ലേറ്റ്സ് എന്നാണ് അവരുടെ നാമം. വെള്ളത്തിലുണ്ടാക്കുന്ന ഏതൊരനക്കവും ഡൈനോഫ്ലജല്ലേറ്റ്സിന് പ്രകാശം പുറത്തുവിടാൻ കാരണമാകുന്നു. ചില പാരിസ്ഥിതിക ഘടനകൾ ഒത്തുചേരുമ്പോഴാണ് ഒരു പ്രത്യേക സ്ഥലത്ത് ഇവ കാണപ്പെടുന്നത്. ആൽഗകൾക്ക് ആവശ്യമായിട്ടുള്ള ജീവിത സാഹചര്യം, ഉപ്പിന്റെ അംശം എന്നിവ ആൽഗയെ പെട്ടെന്ന് പെരുകുവാൻ കാരണമാകും. അങ്ങനെ ഈ പ്രതിഭാസം ഉണ്ടാകുവാനും കാരണമാകുന്നു. നന്ദി, നമസ്കാരം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം കാണാം.